Welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തേക്ക് പോവുകയാണേ. ഞാനിന്ന് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇന്ന് ഞങ്ങൾക്ക് 2 പ്ലാനാണുള്ളത്. അതായത് ഫസ്റ്റ് എനിക്ക് ഇന്നൊരു ഷൂട്ടുണ്ട്. അത് പോയിട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ സൂവിലേക്ക് പോകണം. ഖത്തറിൽ അൽക്കോറിൽ സൂവിലേക്ക് പോകണം. അപ്പോൾ അത് രണ്ടുമാണ് പ്ലാൻ. എൻ്റെ ഫേസ് നോക്കിയാൽ ഗ്ലോ ഇല്ലേ? ഗ്ലോ വേറൊന്നുമല്ല, ഹൈലൈറ്ററാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര മേക്കപ്പാണെന്നല്ല, എന്നാലും ഞാൻ സാധാരണ ചെയ്യുന്നതിലും കുറച്ച് കൂടുതൽ ഇട്ടു അങ്ങനെ. അല്ലാണ്ട് വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ഷൂട്ടൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇട്ടത്. ഇല്ലെങ്കിൽ ഇത്രയ്ക്കൊന്നും വാരി തേക്കാറില്ല. പിന്നെ ഇതാ ഞങ്ങൾ വക്ര സൂക്കിലേക്കാണ് വന്നത്. ഇവിടെയാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പിലാണ്, LRT പെർഫ്യൂംസ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തിയതാ ഷൂട്ട് തുടങ്ങി. അങ്ങനെ ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞു. എനിക്ക് കുറേ പെർഫ്യൂമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് തന്നു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് എനിക്ക് വേണ്ടി ചെയ്തു തരാണ് കേട്ടോ. അതാ പിന്നീന്ന് ചെയ്യുന്നത് അതാണ്. ഇവിടെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നമുക്കിഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുത്താൽ അവർ നമുക്കത് ചെയ്തു തരും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നല്ല വെയിലാണ്. അമ്മ ദേ തലയിൽ കൂടെ ഷോളൊക്കെ ഇട്ടാണ് നടക്കുന്നത്. ദാ ഈ 4 പെർഫ്യൂംസാണ് അവിടുന്ന് കിട്ടിയത്. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അമ്മയ്ക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. വെയിൽ തീരെ പറ്റില്ല. മൈഗ്രെയിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അറിയാലോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ദാനത്തിലേക്കാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ദാനത്താണെന്ന് വിചാരിച്ച് ഞങ്ങൾ ധീരത്തിലേക്കാണ് കയറിയത്. എനിക്ക് തോന്നുന്നു ഏട്ടനും അനിയനും അങ്ങനെയാണെന്ന് തോന്നുന്നു. ദാനത്തും ധീരത്തും. എന്തായാലും ഇവിടെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഞങ്ങൾ ഫിഷൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ കുറച്ച് പ്രോൺസും പറഞ്ഞിട്ടുണ്ട്. പ്രോൺസ് ഫ്രൈ അതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സംഭവം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ലേറ്റ് ആക്കിയത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 3 മണിയെങ്ങാണ്ടായി. നല്ല വിശപ്പുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കുറച്ചേ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ ഒരു പ്ലേറ്റ് ഫുൾ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അതെങ്ങനെയൊക്കെയോ കഴിച്ച് ഏകദേശം തീർത്തു. പിന്നെ നമ്മുടെ ഫുഡൊക്കെ വന്നു. പ്രോൺസ് ഫ്രൈയും പിന്നെ ഇതാ സീബാസാണ്. പിന്നെ റൈസും. ആഹാ! ഇവിടുത്തെ ഈ റൈസും ഫിഷ് ഗ്രില്ലും റൈസും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തേന്ന് പറഞ്ഞാൽ സാധാരണ ദാനത്തിലാണ് കയറാറ്. ധീരത്ത് കയറിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ദാനത്തിലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ പ്രോൺസിന് നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഓവർ ഫുള്ളായിപ്പോയി. എന്നിട്ട് ഇനിയിപ്പം ഞങ്ങൾ നേരെ സൂവിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ മുടി നോക്കിക്കേ, പുറത്തുനിന്ന് അവിടുന്ന് കാറ്റടിച്ച് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ആകെ കൊളായി കിടക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ കോമ്പൊന്നും എടുത്തിട്ടില്ല. സാധാരണ ഞാൻ കോമ്പും ലിപ്സ്റ്റിക്കും ഒക്കെ എടുത്ത് ബാഗിൽ വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ മറന്നുപോയി. എന്താണെന്നറിയില്ല. ഒന്നും എടുത്തിട്ടില്ല ഞാൻ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കൈകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി. അങ്ങനെ ഞങ്ങളിതാ സൂവിലെത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും 5 മണി കഴിഞ്ഞു. ഞങ്ങളൊരു 4, 4:30 ആയിരുന്നു വിചാരിച്ചത്. 4, 4:30ൻ്റെ ഉള്ളിൽ ഇവിടെ എത്തണമെന്ന്. പക്ഷേ നല്ലോണം ലേറ്റായി. അച്ഛനെയും അമ്മേനെയും സത്യം പറഞ്ഞാൽ അങ്ങനെ പകൽ സമയത്ത് പോയിട്ടുണ്ട്. എന്നാലും വളരെ കുറവാണ്. കൂടുതലും ഞങ്ങൾ പോയത് നൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ലൊരു വെളിച്ചത്തിൽ തന്നെ സൂവിൽ കാണണം. ഇവിടെ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരുടാകുന്നതിന് മുന്നേ ഇവിടെ എത്തണം, എല്ലാം കാണണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. എന്തായാലും ഇപ്പോൾ വെളിച്ചമുണ്ട്. മിക്കവാറും പെട്ടെന്ന് ഇരുടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെയാണെങ്കിൽ ഇവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. അപ്പോൾ അശിപേട്ടന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള
പൂക്കളും കായൊക്കെ ഉള്ള മരങ്ങളുണ്ടേ. അപ്പോൾ അമ്മ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, "ഇതിൻ്റെ ഒരു തൈ കിട്ടിയിരുന്നെങ്കിൽ കൊണ്ടുപോവായിരുന്നുന്ന്." നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണാത്ത ഒരു ടൈപ്പ് പൂക്കളും പിന്നെ ഒരു തരം കായൊക്കെ നല്ല രസമുണ്ട് അതിങ്ങനെ കാണാൻ. ഫുള്ളായിട്ടിങ്ങനെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ ദാ ഇതിപ്പോൾ ഫസ്റ്റ് പുലിനെയും സിംഹത്തിനെയും എല്ലാത്തിനെയും കണ്ടു ഞങ്ങള്. ഞാനൊരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ സൂവിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പോയതാണ്. ലാസ്റ്റ് ഞാൻ നാട്ടിൽ പോയ സമയത്താണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ മൈസൂർ സൂവിൽ പോയതായിരുന്നു. എൻ്റമ്മേ! അതിൻ്റെ കഥ പിന്നെ പറയണ്ടല്ലോ. പോയവർക്കറിയാലോ. ഞാനതിൻ്റെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും നടക്കാൻ ഇവിടെ ഇല്ല. എന്നാലും നമുക്ക് കാലുവേദന വരും. എനിക്കൊക്കെ പെട്ടെന്ന് കാലുവേദന വരും ട്ടോ. കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും എനിക്ക് കാല് വേനിക്കാൻ തുടങ്ങും. അപ്പം ഞാനും അമ്മയും കൂടി ഇങ്ങനെ മൈസൂർ സൂവിൽ പോയ ഓർമ്മകളൊക്കെ അയവിറക്കുമായിരുന്നു. ഇവിടെ ദേ ഒരാളിങ്ങനെ ഇങ്ങനെ ഗുമ്മാന്നിങ്ങനെ ആടി ആടി വരുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാന്. അടുത്തേക്ക് വരുമ്പോൾ പേടിയാവും ട്ടോ. നല്ല പഞ്ഞിക്കട്ട. പിന്നെ ഞങ്ങളിതാ അവിടുന്ന് വീണ്ടും നടക്കാണ്. ഞങ്ങള് എത്താൻ ലേറ്റായല്ലോ. അപ്പോൾ ഈ മയിലും പിന്നെ അങ്ങനത്തെ ഇതൊക്കെയുള്ള മയിലും പിന്നെ താറാവ്, അരയന്നം അതൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെയുള്ള അവിടെ 6 മണിക്ക് എന്തോ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങള് അത് അടയ്ക്കുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് ഓടുകയാണ് ട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെയുള്ള വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കുകയാണെങ്കിൽ കുറച്ചധികം ഞങ്ങൾക്ക് പണിയായേനെ. പക്ഷേ ഞങ്ങള് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് കുറച്ച് ദൂരം സ്കിപ്പായി. അപ്പോൾ ദാ ഞങ്ങള് എന്തായാലും അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോയത് നന്നായി. കാരണം ഞങ്ങൾ കറക്റ്റ് ടൈമായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു ട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മയിലമ്മ, കുറേ മയിലമ്മയുണ്ട്. ഇവിടെ സംഭവം മിക്സഡ് ആണെന്ന് തോന്നുന്നു. ഒന്നിൽ തന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇത് നോക്കിയേ ദേഷ്യം പിടിച്ച് നോക്കും പോലെ ഉണ്ടായിരുന്നേ. ശരിക്കും എന്തോ ഭയങ്കര വെറുപ്പ്. അമ്മയും അശ്വിയും കൂടെ ദേ ഈ ഒരു ആട്ടിൻകുട്ടീനെ എടുത്തിങ്ങനെ കളിക്കുകയാണ്. അതിനെന്തൊക്കെയോ എടുത്ത് കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. ചിലതിനൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ പാവം തോന്നും. ഇത് നോക്കിയേ എന്തൊരു നീളം അതിൻ്റെ കഴുത്തിന് നോക്കിയേ. അമ്മ ദാ എന്തൊക്കെയോ ചപ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരാൾ അപ്പുറത്ത് പോയിട്ടൊരു ഇലയൊക്കെ പച്ച ഇലയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതിന് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ വേഗം വാങ്ങി കഴിക്കുക കേട്ടോ. പാവം വിശക്കുന്ന് തോന്നുന്നു. അങ്ങനെ ചില ഇതൊക്കെ നമ്മളങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കയ്യിലിങ്ങനെ ഇങ്ങനെ മണം പിടിക്കുക. അപ്പോൾ നമുക്ക് അറിയാലോ അതിന് എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പാവം തോന്നും. അയ്യോ വിചാരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സൂവിലേക്കൊക്കെ വരുമ്പോൾ തുടക്കത്തിലുള്ള ആവേശം പകുതിയാവുമ്പോഴത്തേക്കും അതങ്ങ് ഇല്ലാണ്ടാവും ട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പ്രത്യേകിച്ചും ഇങ്ങനെ കുറേ നടക്കാനുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ്. പിന്നെന്ന് വെച്ചാൽ അവിടെ ഒരു വട്ടം വന്നതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. ഞാൻ അച്ഛനെയും അമ്മേനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവരും സൂവിലൊക്കെ കുറേ പോയതാണ് ട്ടോ. എന്നാലും നമ്മൾ ഓരോ സ്ഥലത്തുള്ളത് ഇങ്ങനെ കാണണമല്ലോ. എപ്പോഴും കിട്ടുന്നൊരു ചാൻസൊന്നും അല്ലല്ലോ അത്. അങ്ങനെ പിന്നെ ഞങ്ങള് പാമ്പിൻ്റെ ഒക്കെ അവിടേക്ക് പോയി. അതാ ഗുഹേൻ്റെത് കണ്ടതേ. പിന്നെ അപ്പോഴത്തേക്കും നൈറ്റായി. ഞാൻ പറഞ്ഞല്ലോ ഇരുടായി. പിന്നെ ഞങ്ങളവിടെ കുറച്ച് സമയം ഇരുന്നു. അത്രയും നടന്ന് കാലെല്ലാം എൻ്റെയും അമ്മേൻ്റെയും ഒക്കെ അശ്വിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എനിക്കും അമ്മയ്ക്കും കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ദാ പുറത്തേക്ക് പോവാണ്. അയ്യോ! ഇനിയിപ്പോൾ പുറത്തേക്ക് ഇനി ഇത്ര ദൂരം നടക്കണം എന്നായിരുന്നു എൻ്റെയും അമ്മേൻ്റെയും സങ്കടം. എന്തായാലും നടന്നല്ലേ പറ്റൂ. ആരും വന്ന് കൂട്ടിക്കൊണ്ട് പോവൊന്നുമില്ലല്ലോ. അങ്ങനെ ദാ ഞങ്ങള് പോവാണ്. ഇനി പോകുന്ന വഴിക്ക് ഇനിയും പരിപാടിയുണ്ട്. അപ്പോൾ ഇന്ന് 2 പരിപാടി 2 പ്ലാൻ അല്ലായിരുന്നു ട്ടോ. ഇന്ന് ടോട്ടൽ 3 പ്ലാൻ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഷൂട്ടിന് പോയി. പിന്നെ ദാ സൂവിൽ വന്നു. ഇനി പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊന്ന് ലുലുവിലും കയറണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ നാട്ടിലേക്കൊക്കെ പോവുകയാണല്ലോ. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ചൊക്കെ ഞാനും അച്ഛനും അമ്മയൊക്കെ പോയി ഒറ്റയ്ക്കൊക്കെ പോയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അശ്വൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നേ. അശ്വി ആദ്യമായിട്ടല്ല 2 വർഷത്തിനിടയ്ക്ക് പോവുകയാണല്ലോ. അപ്പോൾ അശ്വിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ കയറി.
ലുലുവിലാണെങ്കിൽ ആ സമയത്ത് നല്ല തിരക്കായിരുന്നേ. വിഷുവൊക്കെ ആണല്ലോ അതുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു. ചോക്ലേറ്റൊക്കെ എടുത്തു ഞങ്ങള്. പിന്നെ ദാ അവിടുന്ന് ബില്ലാക്കി. സാധനമൊക്കെ വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് സാധനം വാങ്ങിച്ചത് അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ മേലേക്കും കൂടെ ഒന്ന് കയറി. അവിടുന്ന് കിഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് 1, 2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ക്രിഷ് ബേബിക്ക് വേണ്ടി ഇതാ ഈ ഒരു സ്ലേറ്റ് പോലത്തൊരു സംഭവമാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയോ ഉണ്ട്. അത് നോക്കിയിരുന്നു. പക്ഷേ അച്ചി പറഞ്ഞു അത് വേണ്ട, ഇതെടുത്തോന്നും പറഞ്ഞിട്ട് വലിയൊരു എന്തത് പിക്കപ്പ്, റിമോട്ട് കൺട്രോളുള്ള പിക്കപ്പ് എടുത്തോന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു. പെട്ടിയിൽ കൊള്ളുമായിരിക്കുമല്ലോ. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ ഈ പിക്കപ്പ് മൂപ്പരെ കാണിച്ചു കൊടുത്തിരുന്നേ. പിന്നെ കരച്ചിലായിരുന്നു, എനിക്കിപ്പോൾ കിട്ടണം, എനിക്കിപ്പോൾ വേണം, വേഗം വാ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും കേട്ടോ, പിക്കപ്പ് എവിടെ, പിക്കപ്പ് എവിടെയെന്ന്. അങ്ങനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് നിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ അവിടുന്ന് 2 കോൺ വാങ്ങിച്ചിരുന്നു. നല്ല സ്പൈസി ആയിരുന്നേ. അതും കഴിച്ച് പിന്നെ കോൾഡ് കോഫി കുടിച്ചു. എന്നിട്ട് ദാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.